അല്ലേ? ഇത് രൂപമാണ് അക്ഷര ചതുരം. ചതുരമാണ്. വെരി ഗുഡ്. ഇരുന്നോളൂ. ചതുരത്തിന്റെ ഏതൊക്കെ അളവുകൾ നമുക്ക് വേണം പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട്? അഞ്ജന പറയൂ. ഏതൊക്കെ അളവുകളാണ് വേണ്ടത്? ചതുരത്തിന് ഏതൊക്കെ അളവുകളാണ് ഉള്ളത്? രണ്ട് വശങ്ങളുണ്ട്. ആ വശങ്ങൾ നമ്മൾ ഏതൊക്കെ പേരിലുള്ള പറയുന്നത്? നീളവും വീതിയും. നീളവും വീതിയും എന്നാണ് പറയുന്നത്. ഇരുന്നോളൂ. നീളം, ചതുരത്തിന് നീളവും വീതിയും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം പഠിച്ചിട്ടില്ലേ? ഏതാണ് സമവാക്യം എന്ന് ശ്രീലക്ഷ്മി പ്രദീപ് പറയൂ. നീളം ഗുണം വീതി. ഇരുന്നോളൂ. ഇനി ടീച്ചർ കാണിച്ചിരിക്കുന്ന ചതുരത്തില് എന്തുണ്ട്? നീളവും വീതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നീളവും വീതിയും ഒന്ന് പറയാമോ ഗൗരി? നീളം 3 സെന്റിമീറ്ററും വീതി 6 സെന്റിമീറ്ററും. നീളം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഷെറിൻ? നീളം കൂടിയ അളവ് കൂടിയ വശം. ഇരുന്നോളൂ. നീളം കൂടിയ വശമല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് നീളം? നീളവും വീതി. നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും ആയിരിക്കും. എങ്കിൽ ഇതിന്റെ പരപ്പളവ് എത്രയാണെന്ന് പറയാമോ ലക്ഷ്മി? നീളം ഗുണം വീതി. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 18. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും ലക്ഷ്മി അനിൽകുമാർ? സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയർ അഥവാ നമ്മൾ മലയാളത്തിൽ എന്താ പറയും? ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ പരപ്പളവ് കണ്ടുപിടിക്കാൻ. നമുക്കെങ്കിലും ഇതിനെ എന്ത് ചെയ്യാം? ഒന്ന് ടീച്ചർ മുറിച്ച് നോക്കട്ടെ. ടീച്ചർ ഇതിന്റെ ഇടതുവശത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ഒരു ത്രികോണം മുറിച്ച് മാറ്റുകയാണ് ചെയ്തത്. ടീച്ചർ എടുക്കുന്നത് എന്താണ്? ഈ പറയുന്ന ത്രികോണത്തിന്റെ പാദവശം 2 സെന്റിമീറ്റർ ആയിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ത്രികോണത്തെ ഇടതുവശത്ത് നിന്ന് മുറിച്ച് മാറ്റാനായിട്ട് പോകുന്നത്. കണ്ടോ? ടീച്ചർ മുറിച്ച് മാറ്റി. മുറിച്ച് മാറ്റിയപ്പോൾ ഇപ്പൊ എന്ത് കിട്ടി ടീച്ചറിന്? ചതുരത്തിന്റെ ബാക്കി ഭാഗവും ഒരു ത്രികോണവും ടീച്ചറിന് കിട്ടി. ഈ ത്രികോണത്തെ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഇടതുവശത്ത് നിന്ന് മുറിച്ച് മാറ്റിയ ത്രികോണത്തെ ടീച്ചർ വലതുവശത്തേക്ക് എന്ത് ചെയ്യുന്നു? ചേർത്ത് വെക്കും. ഓക്കെ, കാണുന്നുണ്ടോ എല്ലാവരും? ഈ രൂപം എന്താണ് ലക്ഷ്മി നായർ? ചതുരമാണോ? ചതുരത്തിന്റെ എന്താണ്? ചതുരത്തിന്റെ വശങ്ങൾ പരസ്പരം എന്താണ്? ലംബമല്ലേ? ഓക്കെ, ഇരുന്നോളൂ. അടുത്തത് ലക്ഷ്മി അനിൽകുമാർ, ഇത് ഏത് രൂപമാണ്? പറഞ്ഞു നോക്കാമോ? സാമാന്തരികം. കാരണം എന്താണ്? എതിർവശങ്ങൾ സമാന്തരമാണ്. എതിർവശങ്ങൾ സമാന്തരമാണ്. ഇരുന്നോളൂ. ലക്ഷ്മി, ഈ സമാന്തരത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയാമോ? എതിർവശങ്ങൾ തുല്യവും ആയിരിക്കും. അപ്പം എന്താക്കിയിരുന്നോളൂ. ദേവിക, ഇതിന് എത്രയാണ് പരപ്പളവ് കണ്ടുപിടിക്കാമോ? പറയാമോ? അറിയില്ല? ഒന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് എന്താണ് നമ്മൾ ചെയ്തത്? ഇടതുവശത്ത് നിന്ന് ചതുരത്തിന് ആദ്യം ഉണ്ടായിരുന്ന ചതുരത്തിന്റെ ഇടതുവശത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു? വെട്ടി മുറിച്ച് മാറ്റിയതാണ്. ത്രികോണം വെട്ടി മുറിച്ച് വലതുവശത്തേക്ക് ചേർത്ത് വെച്ചതാണ്. ആദ്യം ഈ പറയുന്ന ചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരുന്നു? ലക്ഷ്മി നായർ പറഞ്ഞതാണ് 18 ചതുരശ്ര സെന്റിമീറ്റർ ആയിരുന്നു. അപ്പോ ഇത് മുറിച്ച് മാറ്റി ഇവിടേക്ക് വെച്ചു. അപ്പൊ ഇതിന്റെ എത്രയാണ്? 18 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? നമ്മള് വെട്ടി മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല? പുറത്തേക്ക് കളഞ്ഞില്ല. ആ മുറിച്ച് മാറ്റിയ സാധനം നമ്മൾ എവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു? ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് മാറ്റി വെച്ചു. എന്നോളൂ. ഇതിപ്പം പാദവശം 2 സെന്റിമീറ്റർ ആയിട്ടുള്ളതല്ലേ ടീച്ചർ മുറിച്ച് മാറ്റിയത്? ഇതേപോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു? ഈ പറയുന്ന പാദവശം ത്രികോണത്തിന്റെ ഇടതുവശത്ത് നിന്ന് ഒരു നമുക്ക് ത്രികോണം മുറിച്ച് മാറ്റണം. അപ്പം അത് 1 സെന്റിമീറ്റർ ആക്കി മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപം തന്നെയായിരിക്കും കിട്ടുന്നത്? നമുക്ക് സാമാന്തരികം തന്നെയായിരിക്കും കിട്ടുന്നത്. ടീച്ചർ ഒന്ന് മുറിച്ച് കാണിക്കാം.
എന്താണ്